അതിമഹത്വമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടട്ടെ. ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാനായി സർവശക്തനായ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മളെ ശേഷിപ്പിച്ച കർത്താവിന്റെ വലിയ പദ്ധതി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവിനെ പാടി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും ചെയ്തുവല്ലോ. തുടർന്ന് അല്പ നിമിഷങ്ങളിൽ നാം കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശക്തമായ ഒരു ദൈവികാലോചനയുണ്ട്. അതിനാധാരമായിട്ട് എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത് വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ബൈബിൾ തുറന്ന് വായിക്കാൻ സാധ്യതയുള്ളവർ ബൈബിൾ തുറന്ന് വായിക്കുക, അല്ലാത്തവർ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, ദയവായി അത് ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത് വാക്യം. 5:14. നമുക്ക് ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവസഭയ്ക്ക് എഴുതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. പലതവണ ഈ എഫേസ്യ ലേഖനത്തിലെ വിഷയങ്ങൾ അധികരിച്ച് ഞാൻ തന്നെ ഇവിടെ പലരും സംസാരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ലേഖനത്തെ കുറിച്ചുള്ള വിശദമായ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻട്രൊഡക്ഷൻ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ആവർത്തന വിരസത ഒരു ബുദ്ധിമുട്ടാണ്. ഈ എഫേസ്യ ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ദൈവസഭ എന്നുള്ളതാണ്. ദൈവസഭയുടെ ത്രിമാന മേഖലകൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവസഭ എവിടെ നിന്നാണ്, ദൈവസഭ എങ്ങനെയാണ്, ദൈവസഭ നാളെ എങ്ങനെയാകും. ദൈവസഭയുടെ പ്രത്യേകിച്ച് പുതിയ നിയമസഭയുടെ ഇന്നലെ എങ്ങനെയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞത് ലൂക്കോസ് ആണ്. ലൂക്കോസ് ദൈവസഭയുടെ ചരിത്രം എഴുതി. ആ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത്. ദൈവസഭയുടെ ഫ്യൂച്ചർ നാളെ എന്താകും എന്ന് നമുക്ക് പറഞ്ഞു തന്നത് യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ. എന്നാൽ ദൈവസഭ എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവസഭ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചയാള് കൂടുതലും പൗലോസാണ്. ഈ പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനങ്ങളിൽ ഈ ലേഖനത്തിൽ ദൈവസഭ എവിടെ നിന്നാണ്, ദൈവസഭ എങ്ങനെയാണ്, ദൈവസഭ എങ്ങോട്ടാണ്, ദൈവസഭയുടെ ആ ഭൂതം, ഭാവി, വർത്തമാന മേഖലകൾ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവസഭ എന്ന് പറയുമ്പോൾ ആഗോളതലത്തിലുള്ള സഭ മാത്രമല്ല, ഒരു ലോക്കൽ ചർച്ച് എങ്ങനെ ആയിരിക്കണം, ഒരു ദൈവ പൈതൽ സഭയിൽ എങ്ങനെ ആയിരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ വളരെ വിശദമായിട്ട് ഈ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇന്ന് പകൽക്കാലം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസ്യ ലേഖനം എഴുതുന്ന സമയത്ത് ദൈവവചന പ്രസംഗത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവങ്ങളെ, ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു 10-15 വർഷമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ബൈബിളിലെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ധാരണ കുഴപ്പമില്ല. ഇപ്പൊ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ഏതാണ്ട് 2-3 പ്രസംഗം നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞു. ധാരണ കുഴപ്പമില്ല. അതായത് ഇവിടെ ഏത് ചർച്ചയാണെന്ന് ചോദിക്കരുത്. എവിടെയോ നടന്നൊരു സംഭവം ഞാൻ കേട്ടതാണ്. പണ്ടൊരു സ്ഥലത്ത് ഒരു ദേവദാസൻ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ ഇന്ന അച്ചായന് കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ഉടനെ തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. ഇവിടെ ആണെന്ന് ചോദിക്കരുത്, അറിയാൻ മേല. കർത്താവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ ആലോചനക്കായി സ്തോത്രം. ഇന്ന് ദേവദാസൻ പ്രസംഗിച്ച വിഷയവുമായി ബന്ധപ്പെട്ട 20 പോയിന്റുകളിൽ 15 പറയാൻ കർത്താവ് ദേവദാസനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അപ്പൊ വന്ന പാസ്റ്റർക്ക് എത്ര അറിയാവൂ? 15. ഇരുന്ന് അച്ഛൻ എത്ര അറിയാം? ഞാനിത് മോശമാക്കി പറഞ്ഞതോ
നെഗറ്റീവായിട്ട് പറയുന്നതല്ല, അത് ആരുടെ കുഴപ്പമല്ല. നമ്മള് ആവർത്തിച്ച് വചനം കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ വല്ലാത്തൊരു ഗ്രാഹ്യം നമ്മുടെ അകത്തേക്ക് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രസംഗിച്ച ഈ കാര്യം തന്നെ വീണ്ടും പ്രസംഗിച്ച് ഈ പ്രസംഗത്തിന്റെ പിന്നിലെ ദൈവിക ഉദ്ദേശം എന്നാണ്. പ്രസംഗം കേട്ടില്ല എന്താണ്? ഇപ്പൊ ബൈബിളിലെ വാക്യങ്ങള്, കുറെ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ എന്തിനാ പിന്നെ പ്രസംഗിക്കുന്നത്? അത് പൗലോസ് എഴുതിയാണ് ഈ ലേഖനത്തിന്റെ പല കാര്യങ്ങളും വളരെ വിശദമായിട്ട് നിരത്തി വെക്കുന്നത്. എന്തിനാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗം? 5-ാമത്തെ അധ്യായം അതിന്റെ 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അടുത്തത്, അവൻ അവളെ, ആര്? ക്രിസ്തു അവളെ, ആര്? സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്തിനാണ് വചനപ്രസംഗം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ അവളെ, ആര്? ക്രിസ്തു ദൈവസഭയെ വചനത്തോടുകൂടിയ, അത് സ്നാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വേറൊരു പിക്ചറുണ്ട്. അതില്ലെന്നല്ല, പക്ഷെ അവിടുത്തെ അർത്ഥം അതല്ല. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വചനമാകുന്ന ജലത്താലുള്ള കഴുകലിനാൽ. സ്നാനം എന്ന് പറഞ്ഞാൽ കഴുകുക എന്നാണ്, മുങ്ങി പൊങ്ങുക എന്നതാണ്. അപ്പോൾ അവിടുത്തെ അർത്ഥം എന്താ? അവൻ അവളെ, ആര്? ക്രിസ്തു സഭയെ. ഏതാ സഭ? ഞാനും നിങ്ങളും. അപ്പോൾ എന്തിനാണ് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരെ കഴുകുകയായിപ്പോ? ക്രിസ്തു സഭയെ വെള്ളത്തോടുകൂടെയാ, വെള്ളമെന്ന ജലസ്നാനത്താൽ, വചനമാകുന്ന വെള്ളത്താൽ എന്ന് പറഞ്ഞേ. അപ്പൊ അവൻ അവളെ, ആര്? ക്രിസ്തു സഭയെ എങ്ങനെയാ കഴുകുന്നത്? വചനമാകുന്ന വെള്ളത്താൽ. അപ്പൊ ഈ വചനമാകുന്ന വെള്ളത്താൽ ഒരാൾ കഴുകപ്പെട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം അറിയാമോ? എന്തുണ്ടാകും? കറ, ചുളുക്കം മുതലായ സംഗതികൾ ഉണ്ടാകും. അപ്പം ഏത് സമയം നമ്മൾ ആരും തെറ്റിന് അതീതരല്ല, നിങ്ങളോ ഞാനോ. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പക്ഷെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒക്കെ വരും. അപ്പൊ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ ക്രിസ്തു എന്ന മണവാളൻ, മണവാട്ടിയെ ആ കറ കഴുകിക്കളയുന്നത് എങ്ങനെയാണെന്നറിയാമോ? കറ കഴുകിക്കളയുന്നത് തന്റെ വചനമാകുന്ന വെള്ളത്താലാണ്. അപ്പോൾ ഇന്ന് എന്നല്ല, എപ്പോഴൊക്കെ നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരുന്നാലും കർത്താവ് എന്നെ കഴുകുകയാണ് എന്നുള്ള ബോധ്യത്തിൽ വേണമിരിക്കാൻ. അപ്പം എങ്ങനത്തെ വചനമാ? വചനമാകുന്ന വെള്ളത്താൽ കഴുകുന്നു. ഈ വെള്ളത്തിന്റെ കുഴപ്പമുണ്ട്. വെള്ളം താഴുന്ന ഇടത്തേക്ക് മാത്രമേ ഒഴുകൂ. അപ്പൊ വചനത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോ നമ്മൾ എങ്ങനെ ഇരിക്കണം? അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു: എന്റെ വചനത്തിങ്കൽ വിറക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോ, നമ്മൾ എല്ലാവരും കൂടെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവരോ എങ്ങനെ ഇരിക്കണം? വളരെ താഴ്മയോടെ. എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഇന്ന് പകലിൽ അവിടുന്ന് എന്നെ എങ്ങനെയാണോ കഴുകി വിശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടുത്തെ കഴുകലിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വേണം വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇരിക്കാൻ. ആമേൻ. വെള്ളത്തിന്റെ വേറൊരു പ്രത്യേകത. അപ്പം അവൻ അവളെ, ആര്? മണവാളൻ മണവാട്ടിയെ വചനമാകുന്ന വെള്ളത്താൽ കഴിയുമ്പോൾ ആരെങ്കിലും ഗ്ലൗസ് ഇട്ടുകൊണ്ട് കൈ കഴുകാറുണ്ടോ? ഷർട്ടും പാന്റും ഇൻസേർട്ട് ചെയ്ത് ആരെങ്കിലും കുളിക്കാറുണ്ടോ? ഉണ്ടോ? കൈ കഴുകുന്നതിന് മുമ്പ് ആ ഗ്ലൗസ് ഊരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ വചനത്തിന് മുമ്പിലായിരിക്കുമ്പം നമ്മുടെ വെച്ചുകെട്ടലുകളൊന്നും പാടില്ല. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ പാസ്റ്ററാണ്, എനിക്ക് തെറ്റിക്കൂടായ്മ ഒരിക്കലും വരത്തില്ല, എനിക്ക് തെറ്റ് വരത്തില്ല എന്ന് പറയാൻ പാടില്ല. എന്റെ ഗ്ലൗസ് ഒക്കെ ഊരി വെക്കണം, അല്ലേ? ആ കുളിക്കുന്ന സമയത്ത് നമ്മൾ എത്ര വിലപ്പെട്ട കോട്ടാണെങ്കിലും 35,000 രൂപയുടെ 1,00,000 രൂപയുടെ സൂട്ട് ഇട്ടാലും കുളിക്കുന്ന സമയത്ത് അത് ഊരി വെച്ചേ ഒക്കൂ. ഇല്ലെങ്കിൽ എന്താ പറയുമോ, ആ കുളിയുടെ ഉദ്ദേശം നടക്കില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഡ്രസ്സ് നനയുന്നു എന്നുള്ളതല്ലാതെ മേത്തെ അഴുക്ക് പോകൂ?
ഇല്ല. അപ്പൊ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ അടുത്തിരിക്കുന്നവർക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. പക്ഷേ നമ്മൾ ആരാണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുന്നിലിട്ടിരിക്കുന്ന നമുക്ക് മുന്നിലിട്ടിരിക്കുന്ന ചില വസ്ത്രങ്ങളുണ്ട് കേട്ടോ. ആ വസ്ത്രങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വേണം നാം ദൈവത്തിന്റെ സന്നിധി വരാൻ. അങ്ങനെ വസ്ത്രം ഊരിയ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാമല്ല. ഈ ഏലത്തോട്ടത്തിൽ നഗ്നത മറക്കേണ്ടതിനായി അത്തിയേല കൂട്ടത്തിന് വസ്ത്രം ഉണ്ടാക്കിയില്ലേ? ഇല്ലേ? അപ്പൊ നഗ്നത പറഞ്ഞില്ലേ? പറഞ്ഞു. നഗ്നത പറയാനാ വസ്ത്രം ഉണ്ടാക്കിയത്. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം, ആദമേ നീ എവിടെയാണ്? ഈ ശബ്ദം കേൾക്കുമ്പോൾ ആദം പറഞ്ഞത് കേട്ടോ, ഞാൻ നീ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ട് നഗ്നനാകയാൽ. നഗ്നത മറക്കാനല്ലേ അത്തിയേല കൂട്ടത്തിന് വസ്ത്രം ഉണ്ടാക്കിയത്. ഇപ്പൊ പുള്ളി എന്താ പറയുന്നത്? നഗ്നനാകയാ. ഞാൻ ചോദിച്ചു, അച്ചായോ ഓ മറ്റേ വസ്ത്രം അന്നേരം അച്ഛൻ കാര്യം പറഞ്ഞത്, മോനെ എനിക്ക് ഹവ്വയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ വസ്ത്രം മതി. ഏതാ? അത്തിയേല. പക്ഷേ സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന സർവശക്തനായ അത്തിജ്വാലക്കത്ത കണ്ണുള്ള ദൈവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്റെ ഈ അത്തിയേല കൊണ്ട് കഴിയത്തില്ല. ദൈവമക്കളെ, നാം നമ്മെ ഉടിപ്പിച്ചിരിക്കുന്ന ചില അത്തിയേലകളുണ്ട്, അല്ലെ ചില വസ്ത്രങ്ങളുണ്ട്. വചനത്തിന് മുമ്പാകെ അതെല്ലാം അഴിച്ചു ദൂരെ കളഞ്ഞാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഒന്ന് കഴുകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനമാകുന്ന വെള്ളത്താൽ കഴിയുമ്പോൾ എന്തൊക്കെ പോകും? കറ. ഇത് രണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവോ? ഈ കറ ഒരു കുളിയാൽ അങ്ങ് പോകുമോ? ചുളുങ്ങിയാലോ? ഡ്രസ് ചുളുങ്ങിപ്പോയാൽ നമ്മൾ എത്ര കുടഞ്ഞാലും നേരെയാവോ? അത് അയൺ ചെയ്തേ നോക്കും. അപ്പം ഈ വചനം നമ്മളെ കാര്യമായി ഒന്ന് കഴുകാൻ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ താഴ്മയോടിരിക്കണം. രണ്ട്, നാം നമ്മുടെ കത്തിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കളയണം. ആ വചനത്തിന്റെ ആ വീടലിനായി നമ്മുടെ ശരീരത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഇവിടെ അങ്ങനെ പൗലോസ് വളരെ പ്രസക്തമായ പല കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അല്പം ഒരു കട്ടി എന്ന് തോന്നിക്കുന്ന ഒരു വിളിയാണ് സഭയെ വിളിക്കുന്നത്. ആരെയാണ് വിളിക്കുന്നത്? വിശുദ്ധന്മാരെയാണ് വിളിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ദൈവശത്താൽ പൗലോസ് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നു. അപ്പൊ ഇത് ആർക്കാ എഴുതുന്നേ? വിശുദ്ധന്മാര്. ചെറിയ പുള്ളികളാണോ? അല്ല, വിശുദ്ധന്മാര്. പക്ഷെ എഴുതി വരുമ്പോ ഈ ആദ്യമൊക്കെ അങ്ങോട്ട് സോപ്പിട്ടൊക്കെ അങ്ങ് വിളിച്ചു. പക്ഷെ എഴുതി അങ്ങോട്ട് വന്നപ്പോ ഇത് പുള്ളിയുടെ അഭിസംബോധന ഏതാ? ഇത് പൗലോസാ വിളിക്കുന്നത്. പക്ഷെ എഴുതി അങ്ങോട്ട് വന്നപ്പം പരിശുദ്ധാത്മാവ് എഴുത്തിലേക്ക് കൺട്രോൾ ചെയ്തു. ഏതാ? എന്നോട് ഓർമ്മ. ഇത് പുള്ളിയൊക്കെ വിളിക്കുക. നിങ്ങൾ ആരാണ്? വിശുദ്ധന്മാരാ. നിങ്ങളൊക്കെ ഭയങ്കര സൂപ്പറാണ്. എഴുതി അങ്ങോട്ട് വന്നപ്പം ഈ നമ്മുടെ എഴുത്തുകളെ, ചിലപ്പോ നമ്മുടെ പാട്ടിനെ, ചിലപ്പോ നമ്മുടെ പ്രാർത്ഥനയെ, അങ്ങനെ അനുഭവമുണ്ടോ? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാത്ത വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്താണെന്നറിയാമോ? നമ്മുടെ ബുദ്ധിയിലെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നു. ഒരു മനുഷ്യൻ വിശുദ്ധന്മാരെ എന്ന് വിളിച്ചു തുടങ്ങിയിട്ട് അവസാനം വിളിക്കുന്നില്ല കേട്ടോ, ഉറങ്ങുന്നവനെ. 5:14 വായിച്ചേ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. കേട്ടോ മക്കളെ, ഈ വിളി ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ബുദ്ധിയിൽ നിങ്ങളെ വിളിച്ചു. എങ്ങനെയാ വിളിച്ചത്? വിശുദ്ധന്മാരെ. പക്ഷേ ഈ വിളി എന്റെ വിളി അല്ല കേട്ടോ. ദൈവങ്ങളെ ചില സമയത്തുണ്ടല്ലോ, അത് ഞാനല്ല ആര് ശുശ്രൂഷിച്ചാലും അത് വളരെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങി. പക്ഷേ ചിലപ്പം ദൈവാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ദൈവദാസന വായിലൂടെ വരും. പക്ഷെ ആ സമയത്ത് അതിനോട് വിഘടിക്കരുത്. ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്താൽ അത് നമുക്ക് ഭയങ്കര വിടുതലായി മാറും. ഈ മനുഷ്യൻ വിളിക്കുക, ഉറങ്ങുന്നവനെ ഉണർന്ന്. ഒരല്പം സോഫ്റ്റ് ആക്കിയൊക്കെ വിളിച്ചുകൂടെ? പക്ഷേ കേട്ടോ, അങ്ങനെ സോഫ്റ്റ് ആക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിലല്ല ഇപ്പോഴും അവരിയ്ക്കുന്നത്. അവരിപ്പോൾ എന്ത് ചെയ്യുക? എവിടെ കിടന്നു ഉറങ്ങുന്നത്? ബെഡ്റൂമിൽ കിടന്നോ?
സെമിട്രി കിടന്ന് ഉറങ്ങുമെന്ന്. എടാ നിനക്ക് ഉറങ്ങണമെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ? ഇപ്പൊ ഇവിടെ കിടന്നാ ഉറങ്ങുന്നേ? മരിച്ചവരുടെ ഇടയിൽ ഉറങ്ങും. ഈ ഉറങ്ങുന്നവര് മരിച്ചവർ നമ്മൾ എന്താ വ്യത്യാസം? ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എന്താ ഇതൊഴിച്ച് വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചത്തോ എന്ന് ചോദിച്ചാൽ ചത്തില്ല, പിന്മാറ്റത്തിലാണ്. അപ്പോ പണ്ട് അമ്മച്ചോട് ചോദിച്ചു, ലാസ്റ്റ് ചോദിച്ചു, ഇപ്പം അമ്മച്ചി മരുമോൻ എങ്ങനെ ഉണ്ട്? അവൻ പിന്മാറ്റത്തില്ല, അവനിപ്പം പിന്മാറ്റത്തില്ല. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോ ഇതേ അമ്മച്ചി ഈ പാസ്റ്റർ വീടുന്നുണ്ട് ചോദിച്ചു, അമ്മച്ചി ഇപ്പൊ മരുമോൻ എങ്ങനെ ഉണ്ട്? ഓ പാസ്റ്റർ അവൻ അവിടെ നിന്നും പോയി. അവൻ എവിടെ നിന്നും പോയി? അപ്പൊ ചത്തോ ഇല്ല, മരിച്ചോ ഇല്ല. പണ്ടാരോ പറഞ്ഞ പോലെ ചത്തതിന്റെ ഒക്കുമോ ജീവിച്ചിരിക്കുന്നു, ജീവനുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ എവിടെ കിടക്കുന്നേ? ആ സമയത്ത് മയമായി സംസാരിക്കാൻ ദൈവാത്മാവിന് കഴിയില്ല. ദൈവങ്ങളെ, ദൈവ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത, സിറ്റുവേഷൻ അനുസരിച്ച് ദൈവ ശബ്ദത്തിന്റെ കട്ടി കൂടും. ഹല്ലേലൂയ. അപ്പം എന്തിനാ ഇങ്ങനെ ഉറങ്ങുന്നവരെന്ന് വിളിക്കുന്നത്? അതിന് തൊട്ടും വേണ്ടത്തെ വാക്യമുണ്ടോ? 5:13 കണ്ടോ? 14 ഉറങ്ങുന്നവരെന്ന് വായിച്ചത്. അപ്പൊ ശരി, ചില കാര്യങ്ങൾക്ക് ബോധം വരണമെങ്കിൽ എന്ത് ചെയ്തു നോക്കൂ? ഉറങ്ങുന്നവനെ എന്ന് വിളിച്ചത് സാധാ വിളിയല്ല, ഇത് ദൈവത്തിന്റെ ശാസനയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോ ദൈവത്തിന്റെ സ്നേഹമാവോളം നുകർന്ന ഒരു സഭയുണ്ട്. ആ സഭ ലവോദിക്ക സഭയാണ്. എന്നാൽ ലവോദിക്ക സഭയെ നിശ്ചിതമായി വിമർശിക്കുന്ന കർത്താവിന്റെ ഒരു ശബ്ദം അവിടെ കാണാം. എന്നിട്ട് ലവോദിക്ക സഭയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇങ്ങനെ എന്തിന് ശാസിക്കുന്നു, ഞാൻ നിന്നെ ഇങ്ങനെ എന്തിന് ശിക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെ, ചില സമയത്ത് വചനം കേൾക്കുമ്പോൾ ഇതല്പം കട്ടിയാണല്ലോ, ഇത്ര വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം നമ്മളെ അത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞത് കേട്ടോ, ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച്. അപ്പൊ വചനത്തിന് ആശ്വാസമുണ്ട്, വചനത്തിന് വിടുതലുണ്ട്, പക്ഷെ വചനത്തിന് ഒരു ശാസനയുണ്ട്. ആമേൻ. ഒരു വാക്യം ഒന്ന് വായിച്ചാൽ ക്ലിയർ ആകും. 2 തിമോഥെയോസിന്റെ ലേഖനം, ഞാൻ വാക്യങ്ങള് വായിപ്പിക്കുന്നത് നിങ്ങൾ ബോധ്യമാകാൻ വേണ്ടി നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ ഒന്ന് വായിച്ച് പൗലോസ് തിമോഥെയോസിനോട് പറയുക, വചനം പ്രസംഗിക്ക, ഒരുങ്ങി നിൽക്ക, ശാസിക്ക, തർജ്ജനം ചെയ്യുക. ഇവിടെ പൗലോസ് ശുശ്രൂഷ അവസാനിപ്പിച്ച് ഈ ലോകത്ത് ഏതാണ്ട് പോകാൻ സമയമായപ്പോൾ അടുത്ത ശുശ്രൂഷകനായ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യം, വചനം. പക്ഷെ പ്രസംഗത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? ദീർഘക്ഷമ, ഉപദേശം, ശാസന. അപ്പൊ ഉപദേശം ഉണ്ടാകണം, ശാസന ഉണ്ടാകണം, തർജ്ജനം. അതെങ്ങനെ ചെയ്യണം? ദീർഘക്ഷമയോടെ എന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞാൽ ഈ പുള്ളി നന്നായില്ലെന്ന് വരും. അപ്പൊ എങ്ങനെ ശാസിക്കണം? അപ്പൊ ഒന്ന് ശാസിച്ചാല് ശരിയാലെന്ന് വിചാരിച്ച് ആ വ്യക്തിയെ വിട്ടുകളയരുത്, പിന്നെ ഒന്നുകൂടെ ശാസിക്കണം. അപ്പൊ ദീർഘക്ഷമയോടെ ശാസിക്കുക. അടുത്തത്, ഞാൻ നിന്നോട് ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് പറയുമ്പോ അതിന്റെ ഒരു കാരണമുണ്ട്. അടുത്ത വാക്യം, അവർ കർണരസമാകുമാറ് തിമോത്തി, ഞാൻ നിന്നോട് നല്ല ശാസിച്ച് തർജ്ജനം ചെയ്തൊക്കെ പ്രസംഗിക്കണമെന്ന് പറയാൻ കാര്യം, നിന്റെ മുമ്പിലുള്ള സമയം അത്ര നല്ല സമയമല്ല. എന്താണെന്നറിയാമോ? തങ്ങളുടെ പത്യോപദേശം കൊടുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം പെരുകുമെന്നല്ല. അതായത് ഞാൻ ടോണിക്ക് പൈസ കൊടുക്കും, പക്ഷെ ഞാൻ പറയുന്ന പോലെ പുള്ളി എന്റെ കൂടെ ഉണ്ടോ? നിങ്ങള് അങ്ങനെയല്ലേ കേൾക്കുന്നത്? ഉപദേശക്കന്മാര് പെരുകുമെന്നല്ല, പിന്നെ ഞാൻ സ്വത്രാക്ഷം കൊടുക്കും. ഞാൻ സ്വത്രാക്ഷം കൂട്ടുന്നതനുസരിച്ച് എന്റെ ഇഷ്ടത്തിന് ആര് പ്രസംഗിച്ചോണം? തിമോത്തി, നീ അത് കൈവെക്കരുത്. പെരുക്കുകയും ചെയ്യുന്ന. അടുത്തത്, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ. കഴിഞ്ഞവിടെ കിടക്ക് ഇവിടെ ദേവദാസം വന്നപ്പം
പുള്ളി ഇവിടെ ചർച്ച കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു ആളെ പ്രസംഗിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിച്ച് ചിരിച്ച് ചിരിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. എന്തോ നടത്തിയത് കൺവെൻഷൻ. അപ്പൊ പ്രസംഗത്തിന്റെ റിസൾട്ട് എന്താ? ചിരിച്ച് ചിരിച്ച് ചിരിച്ചു വല്ലാത്തൊരു പരിവായിരുന്നു. അല്ല എന്തിനാ പ്രസംഗിച്ചത്? കർണരസം. കേട്ടിരിക്കാൻ നല്ല സുഖം. ദൈവമക്കളെ ഓർക്കണം, ഇതൊന്നും നമുക്ക് വലിയ പ്രയോജനം ചെയ്യത്തില്ല കേട്ടോ. തിമോത്തിയോസ് പറയാം, തിമോത്തി ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, അങ്ങനെ ഒരു കാലം വരുമെന്ന് അന്ന് എഴുതി. ദൈവമക്കളെ, ആ കാലത്തല്ലേ നമ്മളിപ്പോ ജീവിക്കുന്നത്. അതിനർത്ഥം പകരത്തിൽ ശാസനം മാത്രമല്ല, പകരത്തിൽ ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, ആശ്വാസമുണ്ട്, പ്രബോധനമുണ്ട്, വിടുതലുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് മാത്രം തേടി പോകുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ അധപതനമാണെന്ന് എവിടെ തിരിച്ചറിയുന്നോ അപ്പോൾ മാത്രമേ വചനത്തോടെ ക്രിയാത്മകമായി നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഉറങ്ങുന്നവനെ എന്ന് വിളിക്കുമ്പോ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഒരു അല്പം കരുണ കാണിക്കാമായിരുന്നു, ഇവര് ഡീസന്റ് ആയിട്ടൊക്കെ നിന്നതല്ലേ. കർത്താവ് പറഞ്ഞു കേട്ടോ, ഞാൻ ഇവരോട് വേണമെങ്കിൽ അല്പം സോഫ്റ്റ് ആകാം. എനിക്ക് സോഫ്റ്റ് ആകാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് അറിയാമോ? രണ്ട് കാര്യം. എഫെസ്യർ 5:14 കൂടെ വായിച്ചു നമ്മുടെ കുറിവാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഞാൻ ഇവരോട് അല്പം പോലെ സോഫ്റ്റ് ആകാൻ എനിക്ക് കഴിയാത്തത് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കർത്താവ് എന്നെ അനുവദിക്കുന്നില്ല. കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുന്ന പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ എരിവോട്. അപ്പൊ ഈ എരിവ് എന്റെ എരിവാണോ? പാസ്റ്റർക്ക് ഇപ്പൊ എന്താ കുഴപ്പം? പാസ്റ്ററുടെ കുഴപ്പം അല്ലെന്നത്, ഇത് പാസ്റ്ററുടെ എരിവല്ല. ഞാൻ ചോദിച്ചു, പൗലോസ് പാസ്റ്ററെ അവര് വന്നില്ല, ഇപ്പൊ നീങ്ങെന്താ കുഴപ്പം? പൗലോസ് പാസ്റ്റർ പറഞ്ഞിട്ട് എന്റെ എരിവല്ല, പിന്നെ അവരെ കുറിച്ചുള്ള ആരുടെ എരിവാ? ദൈവത്തിന്റെ എരിവ്. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഒരല്പം കരുണ കാണിച്ചുകൂടെ? ആ വിളിയൊന്ന് മാറ്റി പിടിച്ചുകൂടെ? പൗലോസ് പറഞ്ഞത് കേട്ടോ, ഇല്ല, എനിക്ക് മാറ്റാൻ പറ്റാത്തതിന് കാരണം ആ ദൈവജനം ഇപ്പോൾ ഇരിക്കേണ്ടാത്ത ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, അവർ കിടക്കേണ്ടാത്ത ഒരിടത്താണ് കിടക്കുന്നത്. മാത്രമല്ല അവർ ഇരുട്ടിലാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് വേണ്ടി ഒരു വെളിച്ചം കാത്തിരിക്കുന്നു. അവർ ഇരുട്ടിലാണെന്നുള്ള സത്യമാണല്ലേ. പക്ഷെ പൗലോസിന് ആ ഇരുട്ടിൽ തുടരാൻ അവരെ അനുവദിക്കാൻ പറ്റാത്തതിന് കാര്യം എന്താ? അവർ ഇരുട്ടിൽ ഇരിക്കാൻ ആരാഗ്രഹിക്കുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. കണ്ടോ, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ അപ്പൊ അവർ ഇരുട്ടിലാണെന്ന് മാത്രമല്ല, നിങ്ങളെ കാത്തൊരു വെളിച്ചമുണ്ടെങ്കിൽ, നിങ്ങളെ കാത്തൊരു വെളിച്ചമുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാകത്തില്ലേ? ഒരാൾ ഇരുട്ടിലിരിക്കുക, തൊട്ടപ്പുറത്തെ ഷെൽഫിൽ അല്ലെങ്കിൽ കൈയെത്തുന്ന ദൂരത്തിൽ ടോർച്ചിരിക്കുക. ഞാന് ഇരുട്ടിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ അതോ മേളിൽ ടോർച്ച് ഉണ്ടെന്ന് പറയണം? പ്രാർത്ഥിക്കണം. പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നിന്റെ തലക്ക് മുകളിൽ നിനക്ക് കൈയെത്തുന്ന ദൂരത്തിൽ ഒരു ടോർച്ച് ഉണ്ട് എന്ന് പറയണ്ടേ? പൗലോസ് പറഞ്ഞു കേട്ടോ, എനിക്ക് എന്റെ ശബ്ദം അല്പം കത്തിയാകുന്നെങ്കിൽ ദയവായി ക്ഷമിക്കണം. എനിക്കത് കത്തി കുറക്കാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകലിൽ ഈ തൂണ് ഞാൻ എടുത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ലെവൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ കുടുംബത്തിന്റെ ലെവൽ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അവരിപ്പോഴെവിടെയാണ്? അവർ ഇരുട്ടിലാണ്. ബൈബിൾ 3 ഇരുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, വിട്ടുമാറാത്ത രോഗം ഒരു ഇരുട്ടാണ്. ശാപം പോലെ പിന്തുടർന്ന ചില രോഗത്തിന്റെ ഇരുട്ടുകൾ. അത് ഞാൻ പറഞ്ഞു തരാം. വായിക്കട്ടെ, യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. ഇവനെ കാണുന്ന മാത്രമേ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, ഇവൻ കുരുടനായി പിറക്കാൻ കാരണം ഇവൻ പാപം ചെയ്തിട്ടാണോ? യേശു പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടോ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടുമല്ല, ദൈവപ്രവൃത്തി ഇവങ്ങളിൽ വെളിവാകേണ്ടതിനാണ്. എന്നിട്ട് യേശു അടുത്തത് പറയുന്നത്, ഇവൻ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുന്നത് കണ്ടിട്ട് വെളിച്ചത്തിരിക്കുന്നത് എനിക്ക് കണ്ണടക്കാൻ കഴിയില്ല. വെളിച്ചം ഉള്ളിടത്തോളം കാലം ഞാൻ രോഗികളെ സൗഖ്യമാക്കേണ്ടതാണ് എന്ന പകലിൽ അത് ദൈവമക്കളെ ദൈവസഭയോട് ദൈവാത്മാവ് പറയുന്നു. വിട്ടുമാറാത്ത രോഗബന്ധനങ്ങൾ ദൈവജനത്തിനുള്ളിൽ സാത്താൻ വെച്ചിരിക്കുന്ന ഒരു ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിനെ ശാസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിന്റെ അടുക്കലാണ് ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത്. കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന രോഗബന്ധനങ്ങൾ, ആരോഗ്യത്തോട് വെല്ലുവിളിക്കുന്ന രോഗബന്ധനങ്ങൾ,
ദോഷങ്ങൾ വിട്ടുമാറാതെ ഒരു ശാപം പോലെ ശരീരത്തോട് വെല്ലുവിളിക്കുന്ന ആ രോഗബന്ധനത്തിന്റെ ഇരുട്ടുകൾ വചനത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ഇന്ന് പലകാലം അടിമാറട്ടെ. ഒരു സംഭവം പറയാം, നമ്മൾ ഇരുട്ടിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നില്ല. കേട്ടോ, ഉറങ്ങുന്നവനെ ക്രിസ്തു നിന്റെ മേൽ ഇരുട്ടുണ്ട്, ശരിയാണ്. പക്ഷെ താങ്കളുടെ ഇരുട്ടിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹ്യൂമൻ ബോഡിയിൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ചില കൗണ്ടുകളുണ്ട്. ആ കൗണ്ടിന് മുകളിലോട്ടും താഴത്തോട്ടും അത് ഫ്ലെക്സിബിൾ ആയി നിൽക്കാതെ അത് താപ്പോട്ടും മേപ്പോട്ടും കയറ്റിവിടുന്ന ചില രോഗബന്ധനങ്ങളെ എന്റെ കർത്താവിന്റെ പകരം അമർച്ച ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് ആ രോഗത്തിന്റെ ഇരുട്ട് എന്നേക്കുമായി പുറത്തുപോ. ഒന്ന്, വിട്ടുമാറാത്ത രോഗബന്ധനങ്ങൾ. രണ്ട്, ജീവിതത്തിൽ കൂടെ വരുന്ന ഒന്ന് മാറുമ്പോൾ ഒന്നായി, ഒന്ന് മാറുമ്പോൾ ഒന്നായി, അത് മാറുമ്പോൾ മറ്റൊന്നായി, അത് മാറുമ്പോൾ വേറൊന്നായി വരുന്ന ചില നഷ്ടങ്ങൾ ഇരുട്ടാണ്. യേശു പറഞ്ഞു നോക്കുന്നുണ്ടോ, ഒരു സ്ത്രീക്ക് 10 ദ്രവ്യം ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവള് എന്തോ ചെയ്യും? ആദ്യം അടിച്ചു വരുമോ? അല്ല, കത്തിക്കും. ആ വായിക്കുന്ന വേളയിൽ എന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു ചിന്ത വന്നു. അപ്പോൾ ആ ബ്രഹ്മ നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? വിളക്ക് കത്തിച്ചപ്പോഴാണ് കണ്ടത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാ ആ ബ്രഹ്മ നഷ്ടപ്പെട്ടെ? അവളുടെ ജീവിതത്തിൽ വന്നു പോയി ഇരുട്ടിനകത്ത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ജനത്തിൽ, എനിക്കറിയത്തില്ല ആരോടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, അത് വിട്ടുമാറാതെ ഒന്ന് മാറുമ്പോൾ ഒന്നായി, അത് മാറുമ്പോൾ മറ്റൊന്നായി, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ചില പൈശാചിക ഇരുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വഴിമാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. ഒന്ന്, രോഗമിരുട്ടാണ്. രണ്ട്, ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായി ജീവിതത്തോടെ വെല്ലുവിളിക്കുന്ന നഷ്ടങ്ങൾ, നഷ്ടക്കണക്കുകൾ ഒരു ഇരുട്ടാണ്. മൂന്ന്, ജീവിതത്തിലെ തടസ്സങ്ങൾ ഒരു ഇരുട്ടാണ്. ദാവീദ് 18-ാമത്തെ സങ്കീർത്തനം വായിക്കണ്ട, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നതിനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്തിനാണ് മതിൽ ചാടാനാണോ ചാടാതിരിക്കാനാണോ? നിങ്ങൾ മതിൽ ചാടിയാണോ വേണ്ടി പോകും? നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ എന്റെ വീട്ടിലോട്ട് വിളിച്ചിരിക്കട്ടെ, ഞാൻ ജയ കൂടെ വീട്ടിലോട്ട് വരിക, ജയ ഗേറ്റ് വഴി കയറി, ഞാൻ മതിൽ ചാടി കയറി, നിങ്ങൾ എന്നെ കുറിച്ച് എന്തായാലും പറയുക? അവിടെ പ്രഥമൊന്നും വലിയ കുഴപ്പമില്ലെന്ന്, ചാണത്ര വെടിപ്പല്ല. എന്താ മതിൽ ചാടാനുള്ളതാണോ ചാടാതിരിക്കാനുള്ളതാണോ? ദാവീദ് എന്താ പറയുന്നത്? മതില്, പുള്ളി ആദ്യം വിചാരിച്ചത് മതിലൊരു സുരക്ഷിതത്വമാണെന്ന്. തെറ്റില്ല, പക്ഷേ അത് ഇരുട്ടിലിരുന്നാണ് പുള്ളിക്ക് അങ്ങനെ മനസ്സിലായത്. പക്ഷെ നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശം വന്നപ്പോ മനസ്സിലായി, ഇതെന്റെ സുരക്ഷിതത്വത്തിന്റെ മതിലല്ല, ഇതെന്റെ ജീവിതത്തിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന മതിലാണ്. ജീവിതത്തിൽ എന്ത് സ്റ്റെപ്പ് വെച്ചാലും വെള്ളത്തിൽ കാല് വെക്കുന്നത് പോലെ, ചെടിപ്പകത്ത് കാല് വെക്കുന്നത് പോലെ നിന്നെ താഴ്ത്തിക്കളയുന്ന ചില തടസ്സങ്ങളുടെ മതിലുകൾ യേശുവിന്റെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ ദിവ്യ തേജസ്സിന്റെ പ്രഭയ്ക്ക് മുമ്പിൽ ഇന്ന് പകൽക്കാലം അടിഞ്ഞു മാറുന്ന കാലാകട്ടെ. ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ ഇരുട്ടിന്റെ മറവിൽ സാത്താൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന സകല മതിലുകൾ യേശുവിന്റെ നാമത്തിൽ ചാടികളാണ്. അപ്പൊ ഈ ദൈവജനം എവിടെ ഇരിക്കുന്നത്? ഒന്ന്, വിട്ടുമാറാത്ത രോഗങ്ങൾ ഒരുപക്ഷെ ഒരു ഇരുട്ടായിരിക്കാം. രണ്ട്, നഷ്ടങ്ങൾ ഒരു ഇരുട്ടാണ്. മൂന്ന്, ജീവിതത്തിലെ തടസ്സമൊക്കെ അത് നാച്ചുറൽ, പക്ഷേ ചെറുക്കൻ എവിടെ കൈവച്ചാൽ തടസ്സമായിരിക്കും. അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിന്റെ പുറകിൽ സാത്താൻ ഇരുട്ടിന്റെ മറവിൽ കെട്ടിപ്പോക്കിയ ഒരു മതിൽ നിനക്കെതിരെ ഉണ്ട്. ഇന്ന് പകലിൽ ഈ ദൂത ദൈവ പൈതലെ
നമ്മളെ കേൾപ്പിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. അതിനറിയാമോ? ആ മതിൽക്കെട്ടിനകത്ത് നമ്മൾ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ചാടി പുറത്ത് കിടക്കാൻ സാത്താൻ പറയുക, നിന്റെ ജീവിതം മതിൽക്കെട്ടിനകത്ത്, നിന്റെ ജീവിതം തീർന്നു, നിന്റെ ജീവിതം അവസാനിച്ചു. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ എടുത്തു പറയാം, ഈ മതിലിനപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ഫ്യൂച്ചറുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങളൊക്കെ വിശുദ്ധന്മാരാ. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ വലിയ വല്ലാത്ത യൂട്ടിലോട്ട് പോയി. എവിടെ ഇരുട്ട് കിടക്കുന്ന അറിയാമോ? 1-ാമത്തെ അധ്യായം, എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം, അതിന്റെ എവിടെയാ ഇരുട്ട്? 1:17. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു. എവിടെയാ പ്രകാശം വേണ്ടേ? എവിടെയാ ഇരുട്ട് കയറിയേക്കുന്നത്? അകത്ത് ജോലിയുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അകത്തൊരു പ്രകാശമില്ല. എന്തെങ്കിലും ഊമയായി, നിരാശപ്പെട്ട്, മുന്നേറ്റമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇരുട്ട് കയറിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ല? നിങ്ങളെ ദൈവം എന്തിനു വിളിച്ചെന്ന് അറിയത്തില്ല. നമ്മൾ വിചാരം എന്താ? ഈ മതിൽക്കെട്ടിനകത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കണം. പക്ഷെ അകത്ത് വെളിച്ചം വന്നാൽ മാത്രമേ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പർപ്പസ് ഉണ്ടായിരുന്നു. മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നു. നമ്മൾ വെറുതെ ഒരു സഭയോട്ട് വന്നതല്ല, വെറുതെ യേശുവിനെ സ്വീകരിച്ചതല്ല. ഇത് ദൈവത്തിന്റെ അനാദി നിർണയത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവത്തിന് ഒരു ആശയമുണ്ട്, ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാതെ ഇപ്പോൾ ആയിരിക്കുന്ന ലെവലിൽ തന്നെ ഒതുങ്ങിപ്പോണം. പരിശുദ്ധാത്മ പറയുന്നു, ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോ ചിലര് ആ കെട്ട് പൊട്ടിച്ച് കർത്താവ് വരെ പുറത്തിറങ്ങുന്ന പകലാണ്. ഹൃദയം മുഴുവൻ ഇരുട്ടിൽ ഇതുപോലെ രക്ഷയില്ല. പരിശുദ്ധാത്മ പറയുന്നു, കമോൺ, അതിനകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിന് പുറത്തുമാണ് ആത്മാവാലോചന അറിയിക്കുക. അപ്പൊ ശ്രദ്ധിച്ച്, ഹൃദയദൃഷ്ടി. അപ്പൊ ഈ ഹൃദയദൃഷ്ടിയിലേക്ക് ഇരുട്ട് കൊണ്ടുവരുന്ന ആരെന്നറിയാമോ? അത് മനസ്സിലാക്കണമെങ്കിൽ 6-ാമത്തെ അധ്യായത്തിലോട് വരണം. ഇതൊരു കഥ പോലെ മനസ്സിലാക്കിയ വളരെ സിമ്പിൾ. 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഏത് ലോകം? അപ്പൊ ഈ ലോകത്തിന് പ്രത്യേകത എന്താ? ഇരുട്ടാണ്. അപ്പൊ ഈ അന്ധകാരത്തിന്റെ, അപ്പൊ ദൈവരാജ്യത്തിന് ഒരു അധിപതി ഉണ്ടെങ്കിൽ ഈ അന്ധകാരത്തിന്റെ ലോകത്തിന് ആരുണ്ട്? അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, വാക്യം, തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ. അപ്പൊ നമ്മളിപ്പോ എവിടെ? വെളിച്ചത്തിൽ നിൽക്കേണ്ടവരാണ്. പക്ഷെ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ എങ്ങോട്ട് കഴിയും? ഇരുട്ടിലേക്ക്. പൗലോസ് പറയുന്നത്, പോകരുത്, നിനക്ക് അവരുമായിട്ട് യുദ്ധമാണ്. അതായത് ഒരാൾക്ക് വെളിച്ചത്തിൽ തുടരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അന്ധകാരത്തിലോട്ട് വലിക്കുന്ന ഈ ലോകാധിപതിയോട് യുദ്ധം ചെയ്യണം. ആമേൻ. അപ്പൊ അന്ധകാരത്തിന്റെ ലോകാധിപതിയോട് യുദ്ധം ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഈ ലോകാധിപതി എന്തുവാ ചെയ്യുന്നത്? 2-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടത്. ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് കാണണം. എഫെസ്യ 2-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. അവയിൽ നിങ്ങൾ ലോകത്തിന്റെ, അപ്പൊ ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താ? അന്ധകാരം അല്ലെ? അന്ധകാരത്തിന്റെ ലോകാധിപതി. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താ? മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ഞാൻ മറ്റൊരു പ്രസംഗത്തിൽ ഇതിന്റെ ഒരു ഭാഗം വിശദീകരിച്ചു, അത് പറയാത്തൊരു കാര്യം പറയാം. അപ്പം ഈ അന്ധകാരത്തിന് ലോകാധിപതി എന്തോ ചെയ്യുന്നത്? നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകും? ഈ ലോകത്തിന്റെ കാലഗതിയിലോട്ട് കൊണ്ടുപോകും. എങ്ങോട്ട് കൊണ്ടുപോകും? അവിടെ ഗ്രീക്കിൽ കൊണ്ടെത്തിയിരിക്കുന്നത് അയോണ എന്ന പദമാണ്.
അർത്ഥങ്ങൾ അറിയാമോ? ട്രെൻഡ് എന്തുവാ? അപ്പൊ വെളിച്ചത്തിൽ നിൽക്കുന്ന ഈ ദൈവമക്കളെ, ദൈവസഭയെ ഒന്നുകൂടെ കേട്ട് പറയാം, മണവാട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ മക്കളുടെ വിവാഹമാണെന്നിരിക്കട്ടെ, മോളുടെ വിവാഹമാണെന്നിരിക്കട്ടെ, വിവാഹത്തിനൊരു വസ്ത്രമുണ്ട് ഇല്ലേ? ട്രെൻഡ് എങ്ങനെ മാറിയാലും ഇപ്പൊ ബാഗി ജീൻസ്, ഭയങ്കര വലിയ ടീഷർട്ട്, അത് ട്രെൻഡാ. പക്ഷെ കല്യാണത്തിന് നടക്കും. മണവാട്ടിക്ക് ചേരുവോ? അത് ചേരുവോ? ഇല്ല. അപ്പം കറ ചുളുക്കം ഒന്നുമില്ലാതെ മണവാളം മണവാട്ടിയെ ശുദ്ധീകരിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നു, നീ മണവാട്ടിയായിട്ട് തുടരണമെങ്കിൽ ഒരു കാര്യം ചെയ്തോണം. ലോകത്തിനൊരു ട്രെൻഡ് ഉണ്ട്, അത് ബാഗി. ഞാൻ ബാഗി ജീൻസിന്റെ കാര്യം അല്ലോട്ട് പറഞ്ഞത്, ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ലോകത്തിന് ഒരു ട്രെൻഡ് ഉണ്ട്. ദൈവം പറയാം, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ കുടുംബം ഈ ലോകത്തിന്റെ ട്രെൻഡിലോട്ട് പോകരുത്. എങ്ങോട്ട് പോകരുത്? ലോകത്തിന്റെ അയോണയിലേക്ക് പോകരുത്. ആര് പോകരുത്? എന്ത് പോകരുത്? ഒന്ന്, നമ്മുടെ കുടുംബം. അത് അല്പവിശദമായിട്ട് പൗലോസ് എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചു. 5:22, 5:22. അപ്പൊ ശ്രദ്ധിച്ചേ, പൗലോസ് പറയുന്നു, മണവാട്ടിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അത് ആ ഡിസിപ്ലിൻ ലോകത്തിന്റെ ട്രെൻഡ് മാറുമ്പോ മാറോ? ഇല്ല, മാറാൻ പറ്റത്തില്ല. അപ്പൊ ഒന്ന്, കുടുംബം ട്രെൻഡിലോട്ട് പോകരുത്. ഭാര്യ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയ വലിയ ശല്യമാണ്. നിനക്ക് ഭർത്താവ് ഒരു ഫ്രീഡം തരത്തില്ല. ഓ കഷ്ടം കഷ്ടം കഷ്ടം. നീ അങ്ങനെ ഒന്നും ഒതുങ്ങി നിൽക്കേണ്ട ആള്. നീ കുറെ കൂടെ ലോ ലെവലിൽ എന്നോടുണ്ടോ? വെറുതെ ഇരിക്കുന്ന പിള്ളേർക്ക് മോട്ടിവേഷൻ കൊടുത്ത് വെറുതെ കൊല്ലാൻ. ഒരു ഭാര്യ ഭർത്താവിനെ ഒന്നനുസരിച്ച് പോയാൽ അവൾ അടിമ. അവൾ ആരായി? ട്രെൻഡ്. അതാ ട്രെൻഡ്. അപ്പൊ ട്രെൻഡ് മാറുന്നതനുസരിച്ച് കുടുംബം എന്ത് ചെയ്യരുത്? കാലം ട്രെൻഡ് അയോണ നിങ്ങളെ വലിക്കും. അയോണ ഭാര്യമാരുടെ പറയും. അപ്പൊ അച്ഛൻ പറയും, ഞാൻ ഇങ്ങനെ അടുക്കള ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്താൽ മതിയോ? ദൈവം നിങ്ങളാക്കി നിന്നിട്ട് പോക്കും അരിപ്പ് എന്ന പ്രശ്നം. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ഇമ്പോർട്ടന്റ്. എന്നോട് ഉറപ്പ് നിങ്ങള്. അപ്പൊ കുടുംബം എങ്ങോട്ട് പോകരുത്? ട്രെൻഡിലോട്ട് പോകരുത്. അപ്പൊ ഭാര്യമാര് എവിടെ കീഴടങ്ങണം? അതിനകത്ത് അടിമയെന്നല്ല കേട്ടോ. അത് ലോകം പറയും നീ ആരാണ്? അടിമ. ഇനി അടുത്തത് 5-ാമത്തെ അധ്യായം തന്നെ, സോറി 2:25 വായിച്ച്. സോറി 5:25, 5:25. ലോകത്തിന്റെ ട്രെൻഡ് മാറും, പക്ഷെ സഭയുടെ ട്രെൻഡ്, ദൈവസഭയിലെ കുടുംബങ്ങളുടെ ട്രെൻഡ് എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. ഭാര്യ ഭർത്താവിന്, അപ്പൊ ലോകം പറയും നീ അടിമയാണ്. ഇനി ഭർത്താവ് എങ്ങനെ കൂടുതൽ ഭാര്യയെ സ്നേഹിച്ചു പോയാൽ ലോകത്തിന് ട്രെൻഡ് അനുസരിച്ച് അവന് ലോകം വിളിക്കും എന്നോട്ടെ. എന്താ വിളിക്കും? എന്നോടുണ്ടോ? അത് കുഴപ്പമില്ല, അത് ലോകത്തിന്റെ ട്രെൻഡാണ്. അടുത്തത് 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അങ്ങനെ അങ്ങ് മക്കൾ കൂടുതൽ വിധേയത്വം കാണിച്ചാൽ ലോകം പറയും തന്ത വൈകും. എന്നോടുണ്ടോ? ഈ ലോകത്തിന്റെ ട്രെൻഡിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ കുടുംബം ലോകത്തിന്റെ ട്രെൻഡിനനുസരിച്ച്. അപ്പൊ ഇത് നമ്മൾ ചുമ്മാ ട്രെൻഡാന്നല്ല, നിങ്ങളെ ഒരുത്തം വലിച്ചോണ്ടിരിക്കുക. ഭാര്യയാണെന്നിരിക്കട്ടെ, ഒരു അമ്മയാണെന്നിരിക്കട്ടെ, സ്ത്രീയാണ്. അപ്പം ഇവിടെ വളരെ പവിത്രമായും ദൈവവചന പ്രകാരം ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പോകരുത് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ മണവാട്ടിയെ ആര് വലിക്കുക? എങ്ങനെ വലിക്കുന്നത്? ഫേസ്ബുക്കിലൂടെ വലിക്കും, ഇൻസ്റ്റാഗ്രാമിലൂടെ വലിക്കും, പിന്നെ എവിടെയൊക്കെ വലിക്കാമോ അവിടെ നിന്നെല്ലാം നമ്മള് വെറുതെ ഇരിക്കുന്ന ചിലർ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഇല്ലാത്ത മോട്ടിവേഷൻ. ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്ന ആരാ വലിച്ചത്? ഓർക്കണം, ദൈവസഭ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ചെറിയ ദൈവമക്കളെ മോട്ടിവേഷൻ നല്ലതാണ്, പക്ഷെ പല മോട്ടിവേഷന്റെ പുറകിലും അന്ധകാര ശക്തിയുടെ സ്വാധീനം. ഇന്നത്തെ പോലെ കുടുംബങ്ങൾ തകർക്കപ്പെടുന്ന ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? പ്രായമുള്ളവർ ഞാൻ ചിന്തിക്കുന്നു. അന്ധകാര ശക്തി
കാലങ്ങൾ കഴിയുന്തോറും ദൈവസഭക്കകത്ത കുടുംബങ്ങളുടെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവങ്ങളുടെ ട്രെൻഡ് അങ്ങനെ പറയും. ഭാര്യമാരോട് പറയും നീ അടിമയാണ്, ഭർത്താക്കന്മാരോട് പറയും നിങ്ങൾ പെൺകൊന്നന്മാരാണ്, പിള്ളേരോട് പറയും നീ നന്ദവൈവാണ്. ആരെങ്കിലും എന്തും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ബൈബിൾ പറയുന്നു നിങ്ങൾ മുമ്പേ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പൊ നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ ആരാന്നറിയാമോ? അവന്റെ മണവാട്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാ, ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് മുന്നേറാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോൾ ഒന്ന്, കുടുംബം അങ്ങോട്ട് പോകരുത്, ട്രെൻഡിലോട്ട് പോകരുത്. അടുത്തത്, സഭ ട്രെൻഡിലോട്ട് പോകരുത്. 5-ാമത്തെ അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. സ്തോത്രം. 5-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അടുത്തത്, ചിന്തതരം അരുത്, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. പൗലോസ് പറഞ്ഞു കേട്ടോ, ദൈവരാജ്യത്തിൽ അവകാശമില്ലാത്തവനെ സഭക്കകത്ത് പ്രോത്സാഹിപ്പിക്കരുത്. പക്ഷെ ലോകത്തിന്റെ ട്രെൻഡ് എന്തുവാ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാ ഭാഷ സഭയിലോട്ട്? ലോകത്തിന്റെ ട്രെൻഡ് അതാന്നേ. ഞാനത് ചുമ്മാ പറയുന്നതല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കാണ് ദൈവരാജ്യത്തിൽ? അതൊന്നും നമ്മുടെ വിഷയമല്ല. നാം ദൈവസഭ എങ്ങോട്ട് പോകാൻ പാടില്ല. ലോകത്തിന്റെ ട്രെൻഡിനനുസരിച്ച് ഒഴുകാനുള്ളതല്ല. വായിച്ചു കേട്ടോ, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധ്യായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ മനസ്സിലായി? ആരാ? ദൈവം. ഇതാരാ? അപ്പൊ ഇവരാരെന്നറിയാം? ഇദ്ദേഹത്തിന്റെ മണവാട്ടിയാണ്. പുള്ളിയുടെ മണവറയിലോട്ട് ആർക്ക് പ്രവേശനം ഇല്ല. ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്ന സഭയെ ആർക്ക് വേണ്ട? ലോകക്കാർക്ക് വേണമായിരിക്കും. അതൊന്നും എന്റെ വിഷയമല്ല, വചനത്തിന്റെ വിഷയമല്ല. പക്ഷേ ആർക്ക് വേണ്ട? അവിടെ മണവറയുണ്ട്. ക്രിസ്തു മണവാളനാണെങ്കിൽ മണവറയില്ലേ? ഉണ്ട്. പക്ഷെ മണവാളന്റെ മണവറയിലേക്ക് ട്രെൻഡിനനുസരിച്ച് പോകുന്ന മണവാട്ടിയെ മണവാളൻ കയറ്റുകയില്ല. മനസ്സിലായവർ കരങ്ങളെ ഉയർത്തുക. അപ്പോൾ ഈ അന്ധകാര ശക്തി എന്താ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പൊ എങ്ങനെ നടക്കുന്നു? നമ്മൾ വിശുദ്ധന്മാരായിരിക്കണം. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയും. ഇവിടെ നേടിയത്, ഇവിടെ കെട്ടിപ്പടുക്കിയതും എല്ലാം ഇവിടെ അവസാനിക്കും. എന്നാൽ ഈ മരണത്തിനപ്പുറം നമുക്ക് ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ ക്രിസ്തുവിന്റെ മണവാട്ടിയാൽ നിത്യതയിലായിരിക്കണമെങ്കിൽ കറ, വട്ടം, ചുരുക്കം മുതലായ ഒന്നുമില്ലാത്ത മണവാട്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവങ്ങളെ, ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് പാട്ടുപാടി നിർത്താനുള്ളതല്ല. കറ, വാട്ടം, ചുരുക്കം, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആലയത്തിന്റെ 4 ചുവരിനകത്ത് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ചൊതുക്കാനുള്ളതല്ല. ഈ ആലയത്തിന് പുറത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്, പ്രേരണ ശക്തിയാകുന്നത്, പ്രചോദനമാകുന്നത് എന്ത്? അതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ അന്ധകാര ശക്തി സഭയെ എങ്ങോട്ട് വലിച്ചു? ട്രെൻഡിലോട്ട് വലിച്ചു. പോലീസ് പറയുന്നു സഭ ട്രെൻഡിലോട്ട് പോകരുത്. അങ്ങനെ പല സഭയും കാണും. നമ്മുടെ സഭ അതല്ല, അങ്ങനെ കാണരുത്. അടുത്തവർ കുടുംബം എങ്ങോട്ട് പോകരുത്? ട്രെൻഡിലോട്ട് പോകരുത്. അപകടമാണ്. സ്തോത്രം. ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങുന്ന എഫേസർ 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ. 2 വായിച്ചോ. ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിലും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കേട്ടോ, അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെ അടുത്തത്. അപ്പൊ ഒന്ന്, ദൈവസഭയെ സാത്താൻ എങ്ങോട്ട് കൊണ്ടുപോകും? ട്രെൻഡിലോട്ട് കൊണ്ടുപോകും. പാടില്ല. 2, ആകാശത്തിലെ എയറിലെ അധികാരം. അപ്പം ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാകുന്നു. നീ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെയോ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ സ്വർഗം ആരെടുത്തു? ദൈവം എടുത്തു. ഭൂമി ആർക്ക് കൊടുത്തു? അവൻ വിശ്വാസമാണ്. അതാണ് ആകാശത്തിലെ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ. ആ പ്രശ്നത്തിൽ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത്
ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോ അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെന്ന, യഥാർത്ഥത്തിൽ സ്വർലോകങ്ങളിലെന്നല്ല, അന്തരീക്ഷ മണ്ഡലങ്ങളിലെ രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് പറയാം, രാഹു കേതു നാളെ ഇതൊന്നും നമുക്കുള്ളതല്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്നും വീട് വെക്കുമ്പോ ഒരച്ചൊരച്ച് നിൽക്കുന്ന വാക്കുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരാണ്, ദാനപ്പെട്ടവരാണ്, 26 ഒഴിക്കുന്നവരാ. പക്ഷേ ഒരച്ചൊരച്ച് നിൽക്കുക എന്തിനാണെന്നറിയാവോ? കാലം കഴിയാൻ ഓർക്കണം, നമുക്ക് ഒരു നാളേ ഉള്ളൂ. നമുക്ക് നാളുണ്ട്. ഏതാണെന്നറിയാമോ? ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തതാ. ചെറുപാടിയെ ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ. നമുക്ക് നാളുണ്ട്. അതേതാണ് ആ നാള്? നമ്മുടെ നാളെ ഭാഗ്യനാളാണ്. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടിട്ട് അങ്ങനെ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞ സമയം ഇപ്പോൾ ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ അവനെ ശാസിച്ചോളാം. അവനെ അല്ല, അവനെ കൊണ്ടത് പറയിപ്പിക്കുന്നത് ഒരു ദുരന്തമാണ്. ദൈവങ്ങളെ, ആകാശത്തിലെ അധികാരത്തിന്റെ കീഴിലേക്ക് ദൈവസഭ പോകരുത്. നിന്റെ സമയത്തിന്റെ സമയമൊക്കെ കലങ്ങി അങ്ങോട്ട് തെളിയും. പറയാൻ പാടില്ല. നമുക്ക് എപ്പോഴും സമയമാണ്. നമുക്ക് പിന്നെ പറയുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, രാഹു കേതു നക്ഷത്ര ഫലം വാസ്തു ഈസ്തു ഇതൊന്നും ദൈവമക്കൾക്കുള്ളതല്ല. ഞാൻ കാര്യം പറയാം, ഈ നക്ഷത്രങ്ങൾക്കൊക്കെ മനുഷ്യന്റെ മേൽ സ്വാധീനം ഇല്ലെന്നല്ല. എടുത്തോ യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം, അതിന് 31, 32, 33 വാക്യങ്ങളൊന്ന് വായിച്ചേ. ജ്യോതിഷം, നക്ഷത്ര ഫലം ഇതെല്ലാം ഉണ്ട്. വായിച്ചോ. 38-31, 38-31. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ ദീപങ്ങളിൽ നീ അറിയുന്നു. ആകാശത്തിൽ ലോ ഉണ്ട്. എന്താ ലോ അടുത്തത്? അതിന് ഭൂമിമേലുള്ള സ്വാധീനം നിർണ്ണയിക്കാമോ? നക്ഷത്രങ്ങൾക്ക് എന്തിന്റെ മേൽ സ്വാധീനമുണ്ട്? അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കാണുമായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, യേശുവിനെ സ്വീകരിച്ചവർ അതിനെ പ്രേക്ഷി. യേശുവിന്റെ നാമത്തിൽ പറയാം, നിങ്ങളുടെ നാടിന്റെ നിങ്ങളുടെ ടൈം അങ്ങനെയാണല്ല. ഇന്നും പകല് ഇവിടെ ഇരുന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നോ? ഇല്ല, യേശു എന്റെ അകത്തുള്ളതുകൊണ്ട് ഒരു നക്ഷത്ര ഫലത്തിനും എന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ കഴിയത്തില്ല. അതിനപ്പുറത്ത് എന്നെ കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും സകല, അതിന്റെ യഥാർത്ഥ അർത്ഥം ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകലിൽ പിശാച് അത് നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്റെ സമയത്തിന്റെ സമയമെല്ലാം തെളിയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വചനത്തിന് മുമ്പിൽ ഇരുന്ന് താഴ്മയോടെ ഏറ്റെടുത്തോ സകല നെഗറ്റീവ് ടൈമുകളെയും എന്റെ കർത്താവ് ഇന്ന് ക്യാൻസൽ ചെയ്യാൻ പോയാ. ഓ ജീസസ്, 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 ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 25-ാമത്തെ അധ്യായം, അതിന്റെ 5-ാമത്തെ വാക്യം കണ്ട, ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ, നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. അതുപോലെ അതെന്താ നക്ഷത്ര ദൈവത്തിന് മുമ്പിൽ ശുദ്ധി അല്ലാതെ പോയത്? നക്ഷത്രങ്ങളുടെ മേൽ ആർക്ക് സ്വാധീനമുണ്ട്? സാധാരണ അതുകൊണ്ട് നക്ഷത്രം ഒന്ന് ശുദ്ധമല്ലാത്തത്. സ്വതന്ത്രം എന്നാലേ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം എന്നറിയാമോ? കർത്താവിന്റെ മടങ്ങി വരവിനോട് അടുക്കും തോറും ഇതിന്റെ ശക്തിയെ കർത്താവ് ചെയ്യിപ്പിച്ചുകൊണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടങ്ങായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ, പണ്ട് കൂടി നക്ഷത്രം പോലൊക്കെ പറഞ്ഞ് കറക്റ്റായിരുന്നു. ഈയിടെയായിട്ട് എന്താണെന്നറിയാമോ? ഇത് കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണമാണ്. കാരണം അന്ത്യകാലത്തുണ്ടല്ലോ ആകാശത്തിന്റെ ശക്തികൾ വായിപ്പിക്കുന്നില്ല. കർത്താവിന്റെ വരവിനോട് അടുക്കുന്തോറും ആകാശത്തിലെ ഈ ശക്തികളെ കർത്താവ് കെട്ടികളയും. യേശുവിന്റെ നാമത്തിൽ കാര്യം പറയാം, ഒരു നക്ഷത്ര ഫലത്തിനും ഒരു ജ്യോതിഷത്തിനും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ വരവ് അടുക്കുന്തോറും ഇവർ പറയുന്ന മുഴുവൻ തെറ്റും. ഇനി നോക്കിക്കോ, അങ്ങോട്ട് നോക്കിക്കോ, കാലം പോകുന്നോറും ഇവർ പറയുന്ന മുഴുവൻ തെറ്റും. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 29-30 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ അടുത്തത് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത്
അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിക്കുന്നുണ്ടോ? കർത്താവിന്റെ മടങ്ങി വരവിന് സമയം അടുക്കും തോറും ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ശക്തികളെ കർത്താവ് ക്ഷയിപ്പിച്ചു കളയും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പറയുന്നു, ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ചില പാരമ്പര്യ സ്വാധീനങ്ങൾ നമ്മുടെ ഭാവിയുടെ മേൽ സ്വാധീനം ചെലുത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഏത് നാമം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ച യേശുവിന്റെ നാമത്തിൽ സകല ഫലങ്ങളെയും ഇന്ന് പകൽക്കാലം ക്യാൻസൽ ചെയ്യണം. മാത്രമല്ല, ഈ കർത്താവിന്റെ വരവിന്റെ സമയത്തുണ്ടല്ലോ വിശുദ്ധന്മാരുടെ എടുക്കപ്പെടലിന് ഈ അന്തരീക്ഷത്തിലെ പിശാച് തടയും. എടുത്തോ, അത് വായിച്ച് നമ്മൾ വിഷയം അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിച്ചേ. സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗ്ഗത്തിൽ ആകാശത്തിൽ പിന്നെ അവനെ ബന്ധിച്ച് അവനിപ്പോ ആകാശത്തിൽ കർത്താവ് കൊടുത്തേക്കും, അന്തരീക്ഷത്തിൽ കൊടുത്തേക്കുവാണ്. എന്നാൽ ഇവന്റെ കൈയും കാലും കെട്ടി ഇവനെ അഗാധ കൂപത്തിൽ ഇടുന്ന സമയമുണ്ട്. ആ സമയത്തിന് തൊട്ട് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളത്തോടി തന്റെ മണവാട്ടിയെ ചേർത്തുള്ള മധ്യാകാശത്തിൽ മുഴങ്ങുന്ന വേളയിൽ, കണ്ണു നിൽക്കുന്നതിനിടയിൽ വിശുദ്ധന്മാരെ മുകളിലോട്ട് വീഴുമ്പോൾ ആകാശത്തിലെ ഈ പിശാചുണ്ടല്ലോ ദൈവജനത്തിന്റെ എടുക്കപ്പെടലെ തടയാൻ വരുമ്പോ ദൈവം അറിയാമോ? കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ദൈവജനത്തിന്റെ എടുക്കപ്പെടലിനെ തടയുവാൻ മീഖായേൽ സമ്മതിക്കത്തില്ല. മീഖായേൽ അവരെ വെട്ടും. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് മാത്രമല്ല ഇന്നും വെട്ടി താഴെയിടാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ നന്മകൾക്കെതിരെ, ആരോഗ്യത്തിനെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ, ശുശ്രൂഷ മേഖലകൾക്കെതിരെ അന്ധകാര ശക്തികൾ വെല്ലുവിളിച്ച അതിനെ വെട്ടി താഴെയിടുന്ന ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം ഇന്ന് പുലർക്കാലം ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അല്പസമയം സൗകര്യമാണ് നിങ്ങളുടെ മുന്നേറ്റങ്ങളെ തടയുന്ന അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അടിമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ അന്ധകാര ശക്തികൾ അല്ലെങ്കിൽ ആകാശത്തിലെ അധികാരങ്ങൾ ആരെ ഇരുട്ടിലോട്ട് വലിക്കുന്നു? മണവാട്ടി. ആമേൻ. ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലൈറ്റിൽ അവിടെ നിൽക്കുന്ന സമയം അറിയാമോ? അവിടെ മണവാട്ടിയായി സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അല്ലെ, ഏറ്റവും ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഇതാ മണവാട്ടി. മണവാട്ടി എവിടെ നിൽക്കണം? മണവാട്ടി എവിടെ നിൽക്കണം? ഞാന് ഇതുവരെ ബാറി പോയിട്ടില്ല. ബാറി പോയിട്ടില്ല പറയുന്ന പക്ഷേ അവിടെ ഒരു പകുതി എന്താ ഇട്ടെന്നറിയാവോ? ആദ്യം നല്ലതൊക്കെ തരും, പിന്നെ വരും തോന്നും സോഡ ഒഴിച്ച് പിന്നെ 90% സോഡ ആയിരിക്കും എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് കൊടുക്കുമ്പോൾ അങ്ങനല്ല. കർത്താവ് വീഞ്ഞുണ്ടാക്കിയപ്പോ എങ്ങനെ കൊടുത്തത്? ഏറ്റവും ആദ്യം ലോകം നല്ലത് കൊടുക്കും. പക്ഷെ കർത്താവ് ഏറ്റവും അവസാനം ഏറ്റവും നല്ലത് ദൈവമക്കളെ ഓർത്തോളം. മണവാട്ടി ഇരുട്ടിലിരിക്കേണ്ട ആളല്ല, മണവാട്ടി എവിടെ ഇരുന്നോണം? വെളിച്ചത്തിരിക്കണം. ഇവിടെ ആകാശത്തിലെ അധികാരം സഭയോട്ട് വലിയുക. അപ്പൊ മനസ്സിനകത്തോട്ട് ഇരുട്ട് കയറി. സ്വന്തം ഓർക്കണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്റെ വൈഫ് നേഴ്സായിരുന്നു. അവളിപ്പം ജോലിയൊന്നും ചെയ്യുന്നില്ല, കർത്താന്റെ വേല ചെയ്യുക. ഒരു ഫേസ്ബുക്കിൽ ഒരു സഹോദരിയുടെ മോട്ടിവേഷൻ കേട്ടോ, ജോലി ചെയ്യേണ്ട യുകെയിലോ അമേരിക്കയിലോ കാനഡയിലൊക്കെ പോയി ഈ വീട്ടിൽ കണ്ടു കഴിയുമ്പോൾ അകത്തോട്ട് എന്തോ വേറും എന്തോ വേറും ഈ സഭക്കകത്ത് എന്തെല്ലാം. അപ്പൊ ഈ ഇരുട്ട് കേട്ടാൻ സാത്താൻ ഉപയോഗിച്ച എന്തുവാ? നമ്മുടെ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഈ സാധനം, ആകാശത്തിന്റെ അധികാരം. ശ്രദ്ധിച്ചോണം. ട്രെൻഡിനനുസരിച്ച് ദൈവസഭ പോകരുത്, കുടുംബങ്ങൾ പോകരുത്. സാത്താൻ വലിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇരുട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്താ ഫെലോഷിപ്പ്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലേ. ഹല്ലേലൂയ. ഇവിടെ അന്ധകാരത്തിലേക്ക് സാത്താൻ വലിക്കുവാണ്. വായിച്ചോ സ്വതം. ഇനി ഈ വെളിച്ചത്തിൽ നടക്കാനുള്ള ഒരു പ്രബോധനം 5-ാമത്തെ അധ്യായത്തിൽ കാണാം. എടുത്ത് എഫേസ്യർ 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, അപ്പൊ ശ്രദ്ധിച്ചേ, മുമ്പേ നിങ്ങൾ ഇപ്പോഴോ സിമ്പിൾ
വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇരുളുമായിട്ട് കൂട്ടുകൂടാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. അപ്പൊ ഇരുട്ടുമായിട്ട് ഫെലോഷിപ്പിനായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് വേണ്ട വല്ല കാര്യമുണ്ടോ? ഈ കർത്താവിനെ സേവിച്ചതിന് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായി, എന്തെല്ലാം പ്രതിസന്ധി ഇന്നുണ്ട്. ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നത് ഇരുട്ടുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണോ? അല്ല. ബൈബിൾ പറഞ്ഞു കേട്ടോ, മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ദൈവമക്കളെ, വെളിച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇരുട്ട് വിട്ടതെന്തിന്? വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ അശുദ്ധി വിട്ടതെന്തിന്? അതല്ലേ സിമ്പിളായ ചോദ്യം. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ഇപ്പോൾ നിങ്ങൾ ആരാണ്? അടുത്തത് അപ്പം അകത്തോട്ട് ആകാശത്തിലെ അധികാരവും ട്രെൻഡും ഒക്കെ കേട്ടുവിട്ട് ആൾക്കാരെ ഇപ്പൊ എങ്ങോട്ടാക്കി? ഇരുട്ടിലാക്കി. ഒരു സിമ്പിൾ ആയിട്ട് ചോദിച്ചോട്ടെ, ഒരു മനുഷ്യനെ ലൈറ്റ് രാത്രി ഒരു 10:30 വിചാരിച്ചോ, ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഇനി നമുക്ക് യാതൊരു എഫോർട്ടും കൂടാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഈ 5:14 വായിച്ചു സന്തോഷമായിരുന്നു. അപ്പൊ എന്തിനാ ഇരുട്ടിലോട്ട് കൊണ്ടുപോയത്? അതിനെ നമ്മൾ വേറെ പേരുണ്ട്, ഡിപ്രഷൻ. ഇരുട്ടകത്തോട്ട് കയറിയ പിന്നെ ഒരു ജോലി ചെയ്യത്തില്ല, ഇരിക്കുന്നിടത്തിരുന്ന്. ഞാൻ അക്ഷരികമായ ഓർമ്മത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. ആരാ പറഞ്ഞു നിന്റെ ജീവിതം പോയെന്ന്? ആരാ പറഞ്ഞു നിന്റെ ടൈം കഴിഞ്ഞു പോയെന്ന്? ആരാ പറഞ്ഞു ഒന്നും മറക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞ പ്രായം ഒരുപാടായെന്ന്? ദൈവത്തിന് പ്രായം വിഷയമല്ല, ദൈവത്തിന് സമയം വിഷയമല്ല. ഇതുവരെ ഇല്ലാത്തവന്റെ കർത്താവ് ഈ സീസണിൽ തുടങ്ങും. വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്തു. ഉണർന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിനക്ക് വേണ്ടി പ്രകാശം വെയിറ്റിയിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് പറയാൻ ഞാൻ അത്ര മോശമൊന്നുമല്ല. പൗലോസ് പറഞ്ഞു കേട്ടോ, നിനക്ക് വേണ്ടി വെളിച്ചമുണ്ട്, അത് നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ. അങ്ങനെ വെളിച്ചമുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കുറ്റക്കാരനായി പോകത്തില്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, കർത്താവ് നമ്മുടെ വെളിച്ചമാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ച് വേഗത്തിൽ നിർത്താൻ പോവുക. 2 കൊരിന്ത്യർ ചാപ്റ്റർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഒന്നിന്റെ 17 വാക്കരുത്. എവിടെ ഇരുട്ട് കിടക്കുന്നത്? ഹൃദയ ദൃഷ്ടി. അപ്പൊ കർത്താവ് എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ നമ്മുടെ ഹൃദയം ഒന്ന് കത്തട്ടെ, നമ്മുടെ അകത്തോട്ട വിശ്വാസം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. ആരാ പറഞ്ഞ എല്ലാം തീർന്നെന്ന്? ആരാ പറഞ്ഞ എല്ലാം അവസാനിച്ചതില്ല? കർത്താവ് പുതിയത് ചെയ്യാൻ പോവുകയാണ്. പണ്ടുള്ളവ ഓർക്കണ്ട, കഴിഞ്ഞു നിരൂപിക്കണ്ട. ഇതാ കർത്താവ് പുതിയതൊക്കെ ചെയ്യുന്നു. ഒരു പക്ഷെ ലോകത്തിന്റെ ട്രെൻഡ് പറയും, ലോകത്തിന്റെ ട്രെൻഡ് അനുസരിച്ച് ഇന്ന പ്രായം കഴിഞ്ഞാൽ അടുത്ത വഴിയില്ല, ലോകത്തിന്റെ നിയമം അനുസരിച്ച് ഇന്ന പ്രായം കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ആര് പറഞ്ഞു? പ്രായത്തെ ബ്രേക്ക് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ലോകത തിരിച്ചറിയുന്നത്. ആ കരങ്ങളെ ഉയർത്തി ലോകത്തിന്റെ ട്രെൻഡിൽ പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അപ്പൊ കർത്താവ് എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ഇരുട്ടിയിരിക്കുന്ന നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? വെളിച്ചത്തിൽ ഇരുന്ന കർത്താവ് ഇരുട്ടിലൂടെ സഞ്ചരിച്ചു. ഞാനൊരു വാക്യം പറയാം, നീ എടുക്കുന്നില്ല, സമയമില്ല. യേശുവിനെ ഗെത്സമനത്തോട്ടത്തിൽ പിടിക്കാൻ വരുമ്പോ യേശുവോട് പറയുന്നൊരു വാക്യമുണ്ട്, ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ, എന്നിട്ട് എന്താ എന്നെ പിടിക്കാത്തത്? എന്നിട്ട് യേശു പറയാ, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും എന്റെ നേരം നിങ്ങൾ കൈവങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവുമാണ്. ഇരുട്ടിൽ കിടന്ന നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാക്ഷാൽ വെളിച്ചമായ ക്രിസ്തു ഇരുട്ടിലൂടെ സഞ്ചരിച്ചു. അതെന്തിനാണെന്നറിയാമോ കുഞ്ഞെ? നീ ഇരുട്ടി പോകരുത്, നിന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ട് കയറരുത്. ഇരുട്ട് കയറിയാൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലായില്ല. നിങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ ആദ്യം നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? നിങ്ങളെ വിളിച്ചപ്പോ എന്തിനാ? അതുപോലെ മറന്നുപോയി. ഇവിടെ പൗലോസ് പറഞ്ഞു കേട്ടോ, ഹൃദയത്തിൽ പ്രകാശിച്ചാൽ എന്താ മനസ്സിലാകും? അവന്റെ വിളിയാലുള്ള എന്തിനാ അവൻ നിങ്ങളെ വിളിച്ചത്?
നാലാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ മതി. അപ്പോ അവന്റെ വിളിയുടെ പിന്നിൽ ആശ എന്താ? എന്തോ ഇവിടെ ഒരു 20 പേരോടെ ഇരിക്കട്ടെ. ഈ 20 പേരുടെ ഭൗതിക പ്രത്യാശ ഒന്നാണോ? വൺ ഹോപ്പാണോ? ആണോ? അല്ല. നമ്മൾ പല പല വിഷയങ്ങളാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന 20 പേർക്കും കൂടെ ഒരൊറ്റ പ്രത്യാശ. ആ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? പൗലോസിനെ എഴുതി, സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചുപോയതിനെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. എന്താ പ്രത്യാശ? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവം നമ്മളെ വിളിച്ചതിനാ. ഇവിടെ നമുക്കെല്ലാം ദൈവം തന്നിരിക്കും. പക്ഷേ നമ്മുടെ വിളിയുടെ പിന്നിലെ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന പർപ്പസ് എന്താണെന്ന് അറിയാമോ? ആ നിത്യതയുടെ തീരത്ത് ക്രിസ്തുവിന്റെ മണവാട്ടിയായി അവന്റെ കരം പിടിക്കുന്ന ആ നാഴികയാണ് പിതാവ് നമ്മളെ വരുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. നമ്മളെ വിളിച്ചത് എങ്ങോട്ടാ? അവൻ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക. നമുക്ക് എല്ലാവർക്കും ഒറ്റ പ്രത്യാശയുണ്ട്. അത് വേറൊന്നുമല്ല. അത് ഞാൻ പ്രാർത്ഥിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയായിരിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയായിരിക്കും. അതിനകത്തൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു വ്യത്യാസവും ഇല്ലാത്ത, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പ്രത്യാശ. കർത്താവ് തന്റെ ഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാരണത്തോടെ സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ദിവസത്തിനായിട്ട് ദൈവമക്കളെ നമുക്ക് ഒരുങ്ങാം. ആ പ്രത്യാശ കത്തി പാട്ടുകാരൻ പാടിയത്, അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം ചിടുമേ. ആ സമൂഹമതിൽ അന്നു ഇവിടെ കണ്ണുനീരുണ്ട് കേട്ടോ. ഇവിടെ ഒരു പക്ഷെ രോഗം വന്നിരിക്കും, ഇവിടെ ദുഃഖം വരും, ഇവിടെ പ്രശ്നം വരും. എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, വേദനയില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു സ്ഥലം വെളിപ്പാട് ഇങ്ങനെ എഴുതിയതാ. മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാണ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകം, രോഗങ്ങളില്ലാത്ത ഒരു ലോകം, വ്യാധികളില്ലാത്ത ഒരു ലോകം. ആ ലോകത്തിനായി നമുക്ക് ഒരുങ്ങാം. ഇളകാത്ത രാജ്യം. എന്തോ ഈ രാജ്യം എല്ലാം ഇളകിപ്പോകും. ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും നേപ്പാളും എല്ലാം ഒരു രാജ്യമായിരുന്നില്ലേ? ആ രാജ്യം ഇളകിപ്പോയില്ല. ഒരുപക്ഷെ നാളെ ഇന്ത്യ ഇളകിയെന്ന് വരാം. എന്നാൽ ഇളകാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ഒന്ന് എന്തോ മനസ്സിലാകും? അവന്റെ വിളിയാലുള്ള ആശ. രണ്ടാമത്തത് അത് നമുക്ക് വായിച്ചു നിർത്താം. 18 വായിച്ചു. വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമ. അപ്പൊ വേറെ 2 പേരുടെ പറഞ്ഞാവും. ഈ മഹിമയ്ക്ക് 2 പദം വിഭജനത്തിലുണ്ട്. ഒന്ന് മഹത്വം, 2 തേജസ്. എന്താ? ഗ്ലോറിക്ക് പറയുന്ന വേർഡാണ് ഇത് 3. അപ്പൊ ഈ ഹൃദയദൃഷ്ടി പ്രകാശത്തില്ലെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള ഗ്ലോറിയെ, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവ തേജസ്സിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ആമേൻ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ എന്നതൊന്നും വിശുദ്ധന്മാരിൽ അവന്റെ വിശുദ്ധന്മാർക്ക് ദൈവം അവകാശമായി കൊടുത്തിരിക്കുന്ന അവന്റെ മഹിമയുടെ ശ്രേഷ്ഠത. കണ്ണൊക്കെ അന്ധമായി പോയാൽ പിന്നെ നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്നോ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെന്നോ ഒരു ബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി ആ ഹോപ്പിലോട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ആത്മദൃഷ്ടി എവിടെയൊക്കെയോ അന്ധമായി പോയിരിക്കുന്നു. ആ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ വിളിയെ കുറിച്ചുള്ള ആശ മനസ്സിലാകും. 2 വിശുദ്ധന്മാരിൽ അവന്റെ ഇനി 2 കൊരിന്ത്യർ 4:6 മുതൽ 9 വായിച്ച്. സ്വതം Second Corinthians chapter 4:6 ഇരുട്ടിൽ നിന്ന് മഹത്വം, മഹിമ, തേജസ്. അപ്പം നമ്മുടെ തിരിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിൽ നിന്ന് നമുക്ക് എന്ത് പ്രാപിക്കാൻ പറ്റും? ആ തേജസ്സിനെ. അപ്പം തേജസ് അകത്ത് വരുമ്പം അത് എവിടെ അറിയാൻ പറ്റും?
ആരാധന കഴിഞ്ഞിറങ്ങുമ്പോ അറിയാം കർത്താവ് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാര്യം നിരാശയോടെ വന്നാൽ ഇതൊക്കെ കഴിഞ്ഞ പാട്ടൊക്കെ കൊണ്ട് പാടി വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മട്ടം അങ്ങോട്ട് മാറിയില്ലെങ്കിൽ അപകടം. ശ്രദ്ധിച്ച്, ക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ്സിനെ ദൈവ തേജസ്സിന്റെ ഫലം ഞാൻ വിളങ്ങേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. അടുത്തത്, അപ്പൊ ഈ തേജസ്സകത്തോട്ട് കയറിയാൽ ഈ തേജസ് എന്തുവായത്? അത്യന്ത ഡുനാമിയായത്. ഡുനാമിസ്, സ്ഫോടനാത്മകമായ ശക്തി. അപ്പൊ ഈ തേജസ്സകത്തോട്ട് കയറിയാൽ ഇത് എന്തുമായിട്ട് വെളിപ്പെടും? ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ഒന്ന് നിങ്ങളുടെ വിളിയെ കുറിച്ചുള്ള ആശ മനസ്സിലാവും. രണ്ടാമത്തത്, നിങ്ങളുടെ അകത്തോട്ട് എന്തോ കയറും. ഇല്ലെങ്കിൽ അകത്തുള്ള അത്യന്ത ശക്തിയെ നിങ്ങൾ തിരിച്ചറിയും. വിളിക്കേണ്ടത് ഞങ്ങൾക്ക് മൺപാത്രങ്ങളുള്ളത്. അടുത്തത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്താ കാര്യം? ഇത് നമുക്ക് എവിടെ നിന്നാ കിട്ടിയത്? ക്രിസ്തുവിന്റെ മുഖത്തിൽ നിന്ന് ഇതെങ്ങോട്ട് വ്യാപരിച്ചതാ? അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്വന്തമാണ് അല്ല. അപ്പൊ ഈ ദൈവശക്തി ഒരാളുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവന്റെ ഭൗതിക മണ്ഡലങ്ങളിലേക്ക് ഇത് റിഫ്ലക്ട് ചെയ്യണം. അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന് ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഞങ്ങൾക്ക് ഈ നിശ്ചയം എവിടെയുണ്ട്? അടുത്തത്, കഷ്ടം വന്നപ്പോഴല്ലേ ഡിപ്രഷനായി പോയത്? ഞെരുക്കം വന്നപ്പോഴല്ലേ നിരാശപ്പെട്ടു പോയത്? പക്ഷെ കണ്ണ് തുറന്ന ദൈവ തേജസ്സകത്തോട്ട് കയറിയപ്പോ പൗലോസ് പറഞ്ഞു കേട്ടോ, കഷ്ടത ചിലപ്പോൾ മാറിയെന്ന് കുറച്ച് സമയം എടുക്കും, പക്ഷേ ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും വീട്ടിലും റൂമും അടച്ച് കണ്ണും ഉറക്കാനാണ് സാത്താൻ നിന്റെ പദ്ധതിയെങ്കിൽ ദൈവ തേജസ്സകത്ത് വഹിക്കുന്ന എനിക്ക് നീ വിരിച്ചു തരുന്ന ബെഡിനകത്ത് ഉറങ്ങാൻ കഴിയത്തില്ല. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അടുത്തത്, ഞങ്ങൾ സകലവിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും. ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങ് ഭയങ്കര ടൈറ്റൊക്കെ ആയ എന്തോ വരും, പക്ഷെ തേജസ്സകത്തോട്ട് കയറി ദൈവത്തിന് എന്നെ കുറിച്ച് പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോ ബുദ്ധിമുട്ട് ആരാധന കഴിഞ്ഞപ്പോ മാറിയില്ല. പക്ഷേ ആ സ്പിരിറ്റ് അങ്ങോട്ട് മാറി. ഇന്ന് പകലിൽ ആ നിരാശയോടെ കേട്ട കഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സകലവിധത്തിൽ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും. ബുദ്ധിമുട്ടുണ്ട്. അടുത്തത്, അടുത്തത് ഞങ്ങളെ വീട് നടക്കുക സത്യമാണ്. പക്ഷേ ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ അകത്ത് കിടക്കുന്ന മഹത്വം ഞങ്ങൾ അവിടെ കിടക്കാൻ അനുവദിക്കില്ല. യേശു പറഞ്ഞു കേട്ടോ, മാർത്തേ നിന്റെ ഞങ്ങളെ ഇപ്പം കല്ലറ കിടക്കുക. പക്ഷെ ഞാൻ നിന്നോട് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ തേജസ് കാണും, നീ ദൈവത്തിന്റെ മഹത്വം കാണും, അവന്റെ glory കാണും. ഇത് അവിടെ അകത്തോട്ട് കയറിയപ്പോ 3 ദിവസമായിട്ട് നിരാശപ്പെട്ടിരിക്കുക. എത്ര ദിവസമായി? 3 ദിവസമായി. ഈ നിരാശ കയറിയിട്ട് 3 ദിവസമല്ല, യേശു വരാത്ത സമയം മുതൽ ആ നിരാശ കയറിയതാണ്. യേശുവിന്റെ അടുത്തോട്ട് ആളെ കിട്ടും അല്ലേ? യേശു വന്നോ? ഇല്ല, നിരാശ കയറാൻ തുടങ്ങി. യേശു ഇതങ്ങോട്ട് പറഞ്ഞപ്പോ മാത്രം പറയാ, നീ ഇപ്പം പിതാവിനോട് എന്തപേക്ഷിച്ചാലും അത് നിനക്ക് ലഭിക്കുമെന്ന് ഞാൻ. ജീസസ് ലാസർ ഉയർത്തോ? ഇല്ല, ലാസർ ഇപ്പോഴും കല്ലറയില്ല. പക്ഷെ മാർത്തയുടെ ഹൃദയത്തിന്റെ കഥയുടെയോ ഒരു പ്രകാശത്തിന്റെ കിരണം. അവൾ പറയുക, യേശുവേ യെസ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിൽ പേടിക്കുമായിരുന്നു, പക്ഷെ നീ ആ മഹത്വത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എനിക്കറിയാം നീ ഇപ്പം കൈവച്ച ഒരു അഭിഷേകത്തിനകത്ത് വിടുതൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകൾ അടയട്ടെ, ബൈബിളുകൾ അടയട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് പകൽ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ താഴ്മയോടിരുന്നപ്പം ആ വചനത്തിന്റെ വെള്ളം നിങ്ങളിലേക്ക് ഒഴുകിയോ? ഒഴുകിയെങ്കിൽ ഒരു തുള്ളി പോലും കളയാതെ യേശുവിന്റെ നാമത്തിൽ അതിനെ റിസീവ് ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിച്ച് 5 മിനിറ്റിനകത്ത് അവസാനിക്കും.